മലപ്പുറം ജില്ലയോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയല്ലേ, ചതിയല്ലേ? ഒരു ജില്ലയിലെ കണക്ക് മാത്രം എടുത്ത് കാണിക്കുക, എന്നിട്ട് ഇതെല്ലാം ദേശവിരുദ്ധത്തിന് വരുന്ന പണമാണെന്ന് പറയുക. ഏത് തെളിവാണുള്ളത് സർക്കാരിന്റെ കയ്യിൽ? ഏറ്റവും വലിയ തകർച്ചയിലേക്ക്, ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിലേക്ക് പോകാനും അനുവദിച്ചുകൊണ്ടാണോ സമയബന്ധിതം? മലപ്പുറം ജില്ലയോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയല്ലേ, ചതിയല്ലേ? നിങ്ങളെല്ലാം ഡൽഹി മാധ്യമ പ്രവർത്തകരല്ലേ? നിങ്ങളെല്ലാം അന്ന് റിപ്പോർട്ട് ചെയ്തവരല്ലേ? ഡൽഹി മാധ്യമ പ്രവർത്തകരാണല്ലോ. ഒരു ജില്ലയിൽ കണക്ക് മാത്രം പറയുക, ആ ജില്ലയിലെ കണക്ക്, എല്ലാ ജില്ലയിലെ കണക്ക് പറഞ്ഞതിന്റെ കൂടെ അതും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒരു ജില്ലയിലെ കണക്ക് മാത്രം എടുത്ത് കാണിക്കുക, എന്നിട്ട് ഇതെല്ലാം ദേശവിരുദ്ധത്തിന് വരുന്ന പണമാണെന്ന് പറയുക. ഏത് തെളിവാണുള്ളത് സർക്കാരിന്റെ കയ്യിൽ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞത്? എന്നിട്ട് പിന്നെ വിവാദമായപ്പോൾ അത് PR-ന്റെ ആണെന്ന് പറഞ്ഞിട്ട് PR കൊടുത്തതാണെന്ന്. ഏത് PR? ആരേൽപ്പിച്ച PR ആണ്? താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ. +2 ഞാൻ അന്വേഷിച്ചപ്പോൾ ആവശ്യത്തിന് +2 സീറ്റുകൾ, ചില സ്ഥലത്ത് +2 സീറ്റുകൾ അധികമാണ്. മലപ്പുറത്ത് ആവശ്യത്തിന് +2 സീറ്റുകളില്ല. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ സീറ്റുകൾ അടക്കം കൂട്ടിയിട്ടാണ് +2 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഫീസ് ആരാ കൊടുക്കുക? പാവപ്പെട്ടവരെങ്ങനെ കൊടുക്കുക? പാവപ്പെട്ട കുട്ടികൾ എങ്ങനെ പഠിക്കും? അത് ചർച്ച ചെയ്യണ്ടേ? ഈ സർക്കാരിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നേരെ നിന്ന് ഇവിടെ ചോദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പ്രസ്താവന കണ്ടിരുന്നു കഴിഞ്ഞ ദിവസത്തെ? എത്ര ആർജവത്തോടെയാണ്, എത്ര തന്റേടത്തോടെയാണ് അമിത്ഷായ്ക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ചോദ്യം ചോദിച്ചത്. കർണാടക മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം, തെലങ്കാന മുഖ്യമന്ത്രി ചോദിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, സ്റ്റാലിന്റെ ചോദ്യം 4 ദിവസം മുമ്പാണ് അത് വന്നത്. കേരളത്തിൽ ഇന്നിപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ കുന്നുകൾ ഇടിച്ചിട്ടാണ് ഈ പാത ഉണ്ടാക്കാൻ പോയിരിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലായിട്ട് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. എന്നിട്ട് ഇന്നലത്തെ വാർത്ത എന്താണ്? ദേശീയപാതയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടാണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രശ്നവുമില്ല, സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറയുന്നു. ഇത്രയും വലിയ, അവിടെ ഒന്ന് പോയി സന്ദർശിച്ചിട്ടില്ല, ഇത്രയും വലിയ ക്രമക്കേടുണ്ടായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം പിന്നെ ഫോറിൻ ഫണ്ടിന്റെ കാര്യം വന്നു. ഇന്നലെ ഞാൻ കേട്ടു നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇടുണ്ട്. അത് ചർച്ചാ വിഷയമല്ല കേരളത്തിൽ ഇടേണ്ട കാര്യം. എന്താണ് കേന്ദ്രത്തോട് ഇത്ര പേടി ചോദിക്കാൻ? അല്ല, അത് ഇന്നലെ വന്നല്ലോ, മാധ്യമങ്ങളിൽ വന്നത് ഞാൻ കണ്ടതാണ്. കാരണം അവര് PSCയുടെ മുമ്പിൽ വന്ന റിപ്പോർട്ടാണ്, ഡിസൈൻ ഫെയിലിയർ ആണെന്ന് കൃത്യമായിട്ടും ട്രാൻസ്പോർട്ട് സെക്രട്ടറി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന റിപ്പോർട്ടാണ്. അത് രേഖകളിലുണ്ട്, ഡിസൈൻ ഫെയിലിയർ ആണ്. അത് ചോദ്യം ചെയ്യാൻ എന്താ പേടി? അത് ഞാൻ ചോദിക്കാൻ നമുക്ക് കണ്ടറിയാം. അല്ല, അങ്ങനെയല്ല, ഞാൻ കണ്ട ബ്രീഫിംഗ് അതല്ല. അങ്ങനെയാണ് കണ്ടത്. അത് വാസ്തവമാണോ ഇല്ലല്ലോ അവര് വ്യക്തമാക്കട്ടെ. അങ്ങനെയല്ലേ? ആ സമയബന്ധിതമായി തീർക്കുന്നതൊന്നും ആർക്കും വിരോധമില്ല. ഈ പറയുന്ന കൊള്ളക്കാർക്ക് കൊള്ള ചെയ്യാനും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക്, ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിലേക്ക് പോകാനും അനുവദിച്ചുകൊണ്ടാണോ സമയബന്ധിതം?